ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ജിയോയുടെ 45ാമത്തെ പടം നിധിഷാദേവാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിധിഷാദേവ് എന്ന് വെച്ചാൽ മമ്മൂട്ടിനെ വെച്ചിട്ട് പടം എടുക്കാതിരുന്നതാണ്. അത് നീണ്ടുപോയതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പടം ചെയ്താണിത്. എന്തായാലും ഇതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഡോൺ 3 രൺവീർ സിംഗ് ആണ് പടത്തിൽ മെയിൻ കഥാപാത്രം എത്തുന്നത്. എന്തായാലും ജനുവരി 2026 ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും തുടങ്ങട്ടെ. പിന്നെ മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള നെസ്ലിൻ്റെ അടുത്ത് വരാൻ പോണ പടം. അഭിനവ് സുന്ദർ നായക് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറാണ് പടം എടുക്കുന്നത്. എന്തായാലും ഈ പടത്തിൽ മ്യൂസിക് എന്ന് ജെക്സ് വിജയ എന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞിടത്തിലത്തെ നദിബ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ നിലവെന്നാണ് പാട്ടിന് പേര് കൊടുത്തിട്ടുള്ളത്. ഒരു നല്ല പാട്ടായിരുന്നു എനിക്ക് തോന്നിയത്. പിന്നെ കുട്ടി സ്റ്റോറി പിക്ചേഴ്സിന്റെ പ്രൊഡക്ഷൻ നമ്പർ 1 അതിന്റെ പൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാപ്ബോർഡിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബൺ ബട്ടർ ജാം എന്ന് പറഞ്ഞിടത്തിന്റെ 2 days to go പോസ്റ്റ് വന്നു. പിന്നെ അടുത്തിലത്തെ ആദ്യം എന്ന് പറഞ്ഞ ആളുടെ പേര് മധുമിത എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ തണൽ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ റിലീസ് ഓഗസ്റ്റ് 29 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിരുന്നു. അടുത്ത് ജെയിംസ് ഗണ്ണാണ് ഡയറക്ഷൻ ചെയ്ത് പുറത്തിറക്കിയത്. എന്തായാലും അതിൽ സൂപ്പർ ഗേൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഫിലിമിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. സൂപ്പർ ഗേൾ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. എന്തായാലും ലുക്കപ്പ് അല്ലെങ്കിൽ ലുക്കൗട്ട് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പോസ്റ്ററിൽ. പിന്നെ തിങ്ക് സ്റ്റുഡിയോസിന്റെ അടുത്ത പടത്തിന്റെ അനൗൺസ്മെന്റ് ഇന്നുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ടൈം അറിയിച്ചിട്ടില്ല. ചിലപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വരാൻ പോകുന്നുണ്ടാവുള്ളൂ. പിന്നെ ഒറ്റക്കൊമ്പൻ പടത്തിന്റെ ഭാഗത്ത് ജോണി ആന്റണിന്റെ ബർത്ത്ഡേ ആയിട്ട് 10 വിഷയം കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ DNA എന്ന് പറഞ്ഞിട്ടുള്ള ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂലൈ 19 റിലീസാണെന്ന് അറിയിച്ചിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്ന് പറഞ്ഞ 5 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. പിന്നെ ചെന്നൈ ഫയൽസ് മുതൽ പക്കം എന്ന് പറഞ്ഞതിന്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ജയറാമിന്റെ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ റഹ്മത്ത് ക്രിയേഷൻസിന്റെ പ്രൊഡക്ഷൻ നമ്പർ 2 ടൈറ്റിൽ ലുക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. കദർക്കറൈ പട്ടിണം എന്നുള്ള രീതിയിലാണ് പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ കാളിദാസ് 2 എന്ന് പറഞ്ഞതിന്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ബോഗി എന്ന് പറഞ്ഞതിലത്തെ പട്ടാമ്പൂച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങി. പിന്നെ ഹൗസ് മേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓഗസ്റ്റ് 1 പുറത്തിറങ്ങുന്നത് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ട്രെയിലറും വരുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ടൈം അറിയിച്ചിട്ടില്ല. പിന്നെ ജൂനിയർ എന്ന് പറഞ്ഞതിന്റെ റിലീസ് 1116 കൂടുതൽ സ്ക്രീൻസിലായിരിക്കും വേൾഡ് വൈഡ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ അക്യൂസ്ഡ് എന്ന് പറഞ്ഞതിന്റെ റിലീസ് ഓഗസ്റ്റ് 1 എന്നുള്ളത് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കർണാടകത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ ധീരജ് ഫിലിംസ് എന്നായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ചെന്നൈ ഫയൽസ് മുതൽ പക്കം എന്ന് പറഞ്ഞതിന്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ട്രെൻഡ് മ്യൂസിക് എന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സൊട്ട നനയുധ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ റിലീസ് ഓഗസ്റ്റ് 22 എന്നുള്ള അറിയിച്ചു. പിന്നെ സെറസമി എന്ന് പറഞ്ഞിടത്തിലത്തെ ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സെയ്യാര എന്ന് പറഞ്ഞിട്ടുള്ള ജൂലൈ 18 റിലീസ് ആകുന്നത് എന്ന് വെച്ചാൽ നാളെ. അപ്പോൾ അതിന് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ശ്രീമദ് ഭഗവതം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഓപ്പണിംഗ് സെറിമണി നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും 2-3 പാർട്ടിലൊക്കെ ആയിട്ടാണ് റിലീസ് ആകാൻ പോകുന്നതുണ്ട്. എന്തായാലും പാർട്ട് 1 ഇപ്പോൾ മുഹൂർത്തം നടന്നിട്ടുള്ളത്. എന്തായാലും ക്ലാപ്പോർഡിന്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കവിന്റെ 9ാമത്തെ പടം ആ പടത്തിന്റെ പരിപാടിയിൽ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഫോട്ടോസ് ഇട്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പ്രിയങ്ക അരുൾ മോഹനാണ് പടത്തിൽ നായികയെത്തുന്നത്. പിന്നെ ഹരിഹര വീരമല്ലു എന്ന പടത്തിന്റെ ഭാഗത്ത് 8 days to go പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിന്റെ മേക്കിംഗ് വീഡിയോ നാളെ പുറത്തിറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ടൈം അറിയിച്ചിട്ടില്ല. പിന്നെ പടത്തിന് ഉപഹാര സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. 162 മിനിറ്റാണ് പടത്തിന്റെ റൺ ടൈം ആയി പറഞ്ഞിട്ടുള്ളത്. 2 മണിക്കൂറും 42 മിനിറ്റും. എന്തായാലും സർട്ടിഫിക്കറ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സോനാക്ഷി സിൻഹ മെയിൻ കഥാപാത്രം എത്തുന്ന നികിത റോയ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇത് 18 റിലീസ് ആകാൻ പോകുന്നത് എന്ന് വെച്ചാൽ നാളെ. പിന്നെ സട്ടമും നീതിയും എന്ന് പറഞ്ഞിട്ടുള്ള പടം G5 ജൂലൈ 18 എന്ന് വെച്ചാൽ നാളെ OTT റിലീസ് ആകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാസ് ചതര എന്ന് പറഞ്ഞിട്ടുള്ള രവിതേജയുടെ വരാൻ പോണ പടം അവിടത്തിന്റെ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് 18 കോടിക്ക് എടുത്തെന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് ദേവരകൊണ്ടയുടെ പടം ആളുടെ 12ാമത്തെ പടമാണ്. അതിന്റെ ടീസറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും അതിന്റെ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് എടുത്തിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത്. അത് 55 കോടിക്കാന്നുള്ളതും കേൾക്കുന്നുണ്ട്. പിന്നെ പടത്തിലത്തെ അന്ന ആന്റണി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്. പിന്നെ തലൈവൻ എന്ന് പറഞ്ഞതിന്റെ ട്രെയിലർ വരാൻ പോകാൻ ഇന്ന്. അതിന്റെ ടൈം ഒന്നും അറിയിച്ചില്ല. എന്തായാലും പോസ്റ്റർ ഇതാണ് കിട്ടും പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ SSMB 29 സൂപ്പർ സ്റ്റാർ മഹേഷ് SS രാജമൗലി എടുക്കുന്ന പടം അവിടത്തിന്റെ ലോഞ്ചിന്റെ അന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് ജെയിംസ് കാമറോൺ വന്നിരുന്നു എന്നുള്ള രീതികളൊക്കെ ഉണ്ട്. പിന്നെ കാർത്തിയുടെ 29ാമത്തെ പടം എന്ന് വെച്ചാൽ മാർഷൽ എന്നാണ് പടത്തിന് പേരിട്ടിട്ടുള്ളത്. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് ഇന്നലെ രാമേശ്വരത്ത് വെച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ഷെഡ്യൂൾ. ആ ഷെഡ്യൂൾ 15 ദിവസത്തെ ഷൂട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ ചിയാൻ 63 ഇതുവരെയായിട്ട് തുടങ്ങിയിട്ടില്ല. എന്തായാലും ചിയാൻ 64 പ്രേംകുമാറാണ് എടുക്കുക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പ്രേംകുമാർ ജൽ 96 മെയ്യഴകൻ എന്ന് പറഞ്ഞതിന്റെ ഒക്കെ ഡയറക്ടർ. മെയ്യഴകൻ എന്ന് പറഞ്ഞ ആളാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആളുടെ 96നായിട്ട്. എന്തായാലും ഇത് നോർമൽ അങ്ങനത്തെ രീതിയിലുള്ള പടമല്ല, ഒരു വയലന്റ് പടം എന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും നോക്കി നോക്കാം. വേൾസ് ഫിലിം ഇന്റർനാഷണലാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുക. ഗംഭീരമായി വരട്ടെ. പിന്നെ വിനീത് ശ്രീനിവാസ് അടുത്തായിട്ട് ഡയറക്ഷൻ ചെയ്യുന്ന പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് വരും പറഞ്ഞിട്ടും. എന്തായാലും കാരണം എന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ആക്ഷൻ ഫിലിമാണ്, നോർമൽ ആളുടെ പരിപാടിയില്ല. എന്തായാലും നോബൽ തോമസ് ആണ് പടത്തിൽ അഭിനയിക്കുന്നത്. പടത്തിന്റെ റിലീസ് സെപ്റ്റംബർ 25 അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പോസ്റ്റർ ഇതാണ്. പിന്നെ സർവമായ എന്നായിട്ടുള്ള അഖിൽ സത്യൻ നെയ്പോളിനെ വെച്ചെടുക്കുന്ന പടം ആജി വർഗീസിന്റെ പേരും അതിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇവർ രണ്ടാക്കാരും കൂടിയിട്ടുള്ള പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. എന്തായാലും ക്രിസ്മസിനാണ് പടം റിലീസ് ആകുന്നത്. പിന്നെ വൈശാഖ് അടുത്തായിട്ട് മോഹൻലാലിനെ വെച്ചിട്ട് പടം എടുക്കുന്നുള്ള കേൾക്കുന്നുണ്ട്. അത് പുലിമുരുകൻ 2 അല്ല എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അവർ ഫെസ്റ്റിവൽ ടൈമിലായിരിക്കും റിലീസ് ആവാന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആക്ഷൻ ഫിലിം ആയിരിക്കും അത്. പിന്നെ അടുത്തായിട്ട് വൈശാഖ് ചെയ്യാൻ പോകുന്നത് ഖലീഫ എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജിന്റെ പടമാണ്. അതിനുശേഷം വേറൊരു പടം കൂടി ഉണ്ടായിരിക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് വരിക എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ അല്ലർജന്റെ 22ാമത്തെ പടം അറ്റിലെടുക്കുന്ന പടം അവിടത്തിൽ ആള് ഗ്രാൻഡ് ഫാദറായിട്ടും ഫാദറായിട്ടും 2 മക്കളായിട്ടും അഭിനയിക്കുന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്. അല്ലർജൻ എന്നുവെച്ചാൽ 4 റോളിലാണ് വരുന്നത് എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും നോക്കി നോക്കാം എങ്ങനെ വരുന്നുള്ളത്. പിന്നെ കൂലി എന്ന് പറഞ്ഞിടത്തിലത്തെ മോണിക്ക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. എന്തായാലും അതിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ള താഴെ കമന്റ് ചെയ്യാം. പിന്നെ ഓടുമുതിര ചാടുമുതിര എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ റിലീസ് ഓഗസ്റ്റ് 29 അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പുതിയ പോസ്റ്റർ കണ്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വാർ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഹൃതിക് റോഷനും NTR മെയിൻ കഥാപാത്രം എത്തുന്ന പടം അവിടത്തിന്റെ റൺ ടൈം 2 മണിക്കൂർ 40 മിനിറ്റ് എന്നുള്ളതാണ്
കേൾക്കുന്നത്. കറക്റ്റ് അറിയത്തൊന്നുമില്ല, എന്തായാലും അങ്ങനെയാണ് കേൾക്കുന്നത്. പിന്നെ JSK ജാനകി VVS സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടത്തിന്റെ സ്നീക്ക് പീക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും പടം ഇന്ന് റിലീസ് ആവുന്ന അറിയിച്ചുകൊണ്ട് നല്ലൊരു പോസ്റ്റർ വന്നേരും ഫ്രം ടുമാറോ എന്നുള്ള രീതിയിൽ. പിന്നെ പടത്തിന്റെ US-ലത്തെ റിലീസ് ജൂലൈ 25 എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. അച്ചൈൻസ് ഫിലിം ഹൗസ് ആണ് അവിടെ റിലീസിന് എത്തിക്കുന്നത്. പിന്നെ പടത്തിന്റെ UAE-ലത്തെയും KSL-ത്തെയും ഖത്തറത്തെയും ഒമാനത്തെയും കുവൈറ്റത്തെയും ബഹ്റൈനത്തെയും തിയേറ്റർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിന്റെ തമിഴ്നാട്ടിലത്തെ തിയേറ്റർ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഔട്ട്സൈഡ് കേരള എന്നുവെച്ചാൽ തെലങ്കാനത്തെയും ആന്ധ്രാപ്രദേശിലത്തെയും കാണിക്കുന്നുണ്ട്. പിന്നെ കേരളത്തിലത്തെ തിയേറ്റർ ലിസ്റ്റും കാണിക്കുന്നുണ്ട്. എന്തായാലും പടത്തിന്റെ ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിക്കാന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഗംഭീരമാണെന്നാണ് തോന്നുന്നത്. ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.